തെളിവുകളില്ലാതെ തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്ന കേസിൽ പുതിയ വഴിത്തിരിവ്. കോഴിക്കോട് വടകരയിൽ അമ്മൂമ്മയെയും ചെറുമകളെയും തെറിപ്പിച്ച ശേഷം വാഹനം നിർത്താതെ പോയ സംഭവത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു. ഫെബ്രുവരി 17-നാണ് ചോറോട് വെച്ച് അമ്മൂമ്മയും ചെറുമകൾ ദൃഷ്ണയും കാറിടിച്ച് തെറിപ്പിച്ച് നിർത്താതെ പോയത്. അപകടത്തിൽ അമ്മൂമ്മ മരിച്ചു. ചെറുമകൾ ദൃഷ്ണ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല. തുടർന്ന് അപകടം നടന്ന് 9 മാസത്തിനു ശേഷം പോലീസ് പ്രതിയെ കണ്ടെത്തി. പുറമേരി സ്വദേശിയായ ഷജിലാണ് വാഹനം ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ കടന്നു കളഞ്ഞതെന്ന് വടകര റൂറൽ SP വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു വെള്ള കാറാണ് എന്നുള്ളതായിരുന്നു പോലീസിന് മുമ്പിലുണ്ടായിരുന്ന ഏക ക്ലൂ. അതിനുശേഷമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള പരിമിതമായിട്ടുള്ള വിഷ്വൽസിൽ നിന്നും ഇത് മാരുതി സ്വിഫ്റ്റ് സെക്കൻഡ് ജനറേഷൻ ടൈപ്പ് 2 വാഹനമാണ് എന്നുള്ള ഒരു ഐഡന്റിഫിക്കേഷനിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞത്. ഇൻഷുറൻസ് ക്ലെയിമുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും വാഹനങ്ങൾ അത്തരത്തിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടോ, മറ്റേതെങ്കിലും അപകടത്തിൻ്റെ പേരിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ തുടർന്നൊക്കെ ഉള്ള അന്വേഷണം പോലീസിന് ഭാഗത്തുണ്ടായി. അതിൻ്റെ അന്വേഷണത്തിനൊടുവിലാണ് 2024 മാർച്ച് മാസത്തിൽ എൻക്വയറി, ഒരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു ക്ലെയിം, ഒരു മതിലിന് ഇടിച്ച് അപകടം പറ്റി എന്ന രീതിയിലേക്ക് ഒരു ക്ലെയിം ഒരു മാരുതി സ്വിഫ്റ്റ് കാർ എടുത്തതായിട്ട് നമ്മൾ കണ്ടെത്തുകയും അതിനെ തുടർന്ന് അന്നേ സമയത്ത് ഈ ഒരു വാഹനം തലശ്ശേരി ഭാഗത്തേക്ക്, കോഴിക്കോട് നിന്ന് തലശ്ശേരി ഭാഗത്തേക്കുള്ള റോഡിലേക്ക് ആ ഡയറക്ഷനിൽ പോകുന്നുണ്ടായിരുന്നുവെന്നും അതിൽ ആ വണ്ടി അന്നേ ദിവസം ഓടിച്ചിരുന്നത് ഷെജീൽ എന്ന് പറയുന്ന ആ വണ്ടിയുടെ തന്നെ RC ഓണറായിട്ടുള്ള ഷെജീൽ ആണ് ഈ വണ്ടി ഓടിച്ചിരുന്നത് എന്നും ഈ ഒരു അപകടം നടന്നു എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം വണ്ടി നിർത്താതെ പിന്നീട് മുന്നോട്ട് പോവുകയും പിടികൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വണ്ടിയിൽ ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ നടത്തുകയായിരുന്നു ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അന്നേ ദിവസം വണ്ടി ഓടിച്ച ആൾ ഇന്ന് ഇപ്പോൾ UAE-യിലാണുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ പ്രതിയെ നാട്ടിൽ കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുണ്ട്. ഇയാൾക്കെതിരെ കുറ്റകരമല്ലാത്ത നരഹത്യ ചുമത്തിയെന്നും പോലീസ് പറഞ്ഞു. പ്രതി ഇപ്പോൾ വിദേശത്താണെന്നും പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയെന്നും പോലീസ് അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.